സഹകരണ ബാങ്ക് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട സംയുക്ത സമരത്തിൽ യു.ഡി.എഫിൽ ഭിന്നത. സംയുക്ത സമരത്തിൽ നിന്നും പിന്മാറുന്നുവെന്ന് വി.എം. സുധീരൻ വ്യക്തമാക്കി. എന്നാൽ കോൺഗ്രസ് നിലപാട് തള്ളി ലീഗ് രംഗത്ത് വന്നു. യോജിച്ച പ്രക്ഷോഭമാണ് വേണ്ടതെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി കെ.പി.എം. മജീദ് വ്യക്തമാക്കി. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഇടതുമുന്നണിയുമായി ഒത്തുചേർന്ന് സമരം ചെയ്യാനുള്ള നിലപാടിലായിരുന്നു രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. എന്നാൽ ഒരുമിച്ചൊരു സമരത്തിന് പാർട്ടി വേദികളിൽ ഒന്നും തീരുമാനമെടുത്തിട്ടില്ല എന്ന് വി.എം. സുധീരനും എം.എം. ഹസനും ഇന്ന് വ്യക്തമാക്കി. സമാന രീതിയിലുള്ള ആ പ്രതിഷേധം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നടപടികളോട് സമാനമായി പ്രതിഷേധ സ്വരം ഉയർത്തുമ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൽ സംയുക്തമായ സമരം നടത്തുക എന്നർത്ഥമല്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. എന്നാൽ സഹകരണ പ്രതിസന്ധി സംസ്ഥാനത്തിന്റെ മുഴുവൻ വിഷയമാണെന്നും സഹകരണ മേഖലയ്ക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കണമെന്നും പറഞ്ഞ് കെ.പി.എം. മജീദ് കോൺഗ്രസ് നിലപാടിനെ പൂർണ്ണമായും തള്ളി. കേരളത്തിന്റെ പൊതുവായൊരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവ് കണ്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ലെന്നും കേരളത്തിലെ സഹകരണ മേഖല രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നുള്ളത് പൊതു അഭിപ്രായമാണ്. സഹകാരികളുടെ പൊതു അഭിപ്രായമാണ്. ഇത് CPI-യുമായി സഹകരിക്കുക എന്നതല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ എല്ലാവരും കൂട്ടായി കേരളത്തിൻ്റെ പൊതുപ്രശ്നങ്ങൾക്ക് എല്ലാവരും കൂട്ടായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതാണ്. റിസർവ് ബാങ്കിന് മുന്നിൽ സമരം നടത്തുന്ന കാര്യം തങ്ങളോട് ആലോചിച്ചില്ല എന്ന ദുർബലവാദമാണ് ഒന്നിച്ചൊരു സമരത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്ന കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചത്. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഒന്നടങ്കം പോകുമ്പോൾ പ്രതിപക്ഷത്തോടും കൂടി നമുക്ക് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്നൊരു വാക്ക് പറയാനുള്ള മര്യാദ ഉണ്ടായിരുന്നുവെങ്കിൽ കുറെ കൂടി നന്നായിരുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. ബംഗാളിലെ സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണം ഉണ്ടെന്ന് കാട്ടി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് PB അംഗം മുഹമ്മദ് സലീം കത്തെഴുതിയെന്ന പ്രചാരണം വ്യാജമെന്ന് CPM കേന്ദ്ര നേതൃത്വം. യഥാർത്ഥ വിഷയത്തിൽ നിന്നും ഒളിച്ചോടാനാണ് നുണകൾ പ്രചരിപ്പിക്കുന്നതെന്ന് PB അംഗം ബൃന്ദ കരാട്ട് പറഞ്ഞു. ജെയ്റ്റ്ലിക്ക് കത്തെഴുതിയിട്ടില്ലെന്ന് PB അംഗം മുഹമ്മദ് സലീം വ്യക്തമാക്കി. രാജ്യത്തെ സഹകരണ ബാങ്കുകളെ സംരക്ഷിക്കാനായി പാർട്ടി ഒറ്റക്കെട്ടായി പോരാടുമെന്ന് മുഹമ്മദ് സലീം പീപ്പിൾ TVയോട് പറഞ്ഞു. കേരളത്തിൽ സഹകരണ ബാങ്കുകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CPIM സമരം നടത്തുമ്പോൾ ബംഗാളിലെ സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണമുണ്ടെന്ന് കാട്ടി PB അംഗം മുഹമ്മദ് സലീം ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് കത്തെഴുതിയെന്നായിരുന്നു ചില മാധ്യമങ്ങളും BJP നേതാക്കളും പ്രചരിപ്പിച്ചത്. എന്നാൽ കത്തെഴുതിയെന്നത് അടിസ്ഥാനരഹിതമാണെന്നും വ്യാജ പ്രചരണമാണ് നടത്തുന്നതെന്നും CPIM കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. There is no such letter written by Mohammed Salim. There is no such memorandum given to Arun Jaitley or anybody else by Mohammed Salim. So this is absolutely the height of absurdity and lies to defend an indefensible decision of discrimination against rural people. ജെയ്റ്റ്ലിക്ക് കത്തെഴുതിയിട്ടില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം പീപ്പിൾ TVയോട് പറഞ്ഞു. റായ്ഗഞ്ചിലെ തൃണമൂൽ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ നോട്ട് നിരോധനം വന്നതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ 58 കോടി രൂപ നിക്ഷേപം വന്നുവെന്ന് വാർത്താസമ്മേളനത്തിൽ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദായനികുതി വകുപ്പ് ആ ബാങ്കിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഒരു ബാങ്കിന്റെ കാര്യം പേരെടുത്തു പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയതിനെ സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല. പാവപ്പെട്ടവരുടെയും കർഷകരുടെയും അത്താണിയായ സഹകരണ ബാങ്കുകളെ സംരക്ഷിക്കാൻ പാർട്ടി ഒറ്റക്കെട്ടായി പോരാടുമെന്നും മുഹമ്മദ് സലീം പറഞ്ഞു. No letter is written to anybody, but I made through the press the allegation that in my constituency, that is Raiganj Central Cooperative Bank, the Trinamool Congress have captured the bank with the help of goons forcibly, and now they are utilizing some of the accounts and some of the branches. സഹകരണ ബാങ്കുകളുടെ കാര്യത്തിൽ പാർട്ടിയിൽ ഭിന്നതയെന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണം ദുരുദ്ദേശപരമാണെന്നും മുഹമ്മദ് സലീം അഭിപ്രായപ്പെട്ടു. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ട് അസാധുവാക്കൽ സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ ജില്ലാ സഹകരണ ബാങ്കുകളുടെ പ്രതിനിധികൾ യോഗം ചേർന്നാണ് ബദൽ മാർഗങ്ങൾക്ക് രൂപം നൽകിയത്. ജില്ലാ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകർക്ക് ഇടപാടുകൾ നടത്താനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ യോഗത്തിൽ ധാരണയായതായി മന്ത്രി പറഞ്ഞു. നോട്ട് അസാധുവാക്കൽ സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ ജില്ലാ സഹകരണ ബാങ്കുകളുടെ പ്രതിനിധികൾ യോഗം ചേർന്നാണ് ബദൽ മാർഗങ്ങൾക്ക് രൂപം നൽകിയത്. ജില്ലാ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകർക്ക് ഇടപാടുകൾ നടത്താനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ യോഗത്തിൽ ധാരണയായതായി മന്ത്രി പറഞ്ഞു. അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, ഹോൾട്ടികോർപ്പ് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ജില്ലാ ബാങ്കിൻ്റെ ഉറപ്പിൻ്റെ കൂടിയ അടിസ്ഥാനത്തിൽ
അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. നിക്ഷേപം ഉപയോഗിച്ച് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനായി ബാങ്കുകൾ നിക്ഷേപകർക്ക് പ്രത്യേക കാർഡ് നൽകും. കൺസ്യൂമർ ഫെഡ്, മാവേലി സ്റ്റോർ തുടങ്ങി സർക്കാർ സ്ഥാപനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ സൗകര്യമൊരുക്കുക. സ്ഥാപനങ്ങൾക്ക് ബാങ്ക് പിന്നീട് പണം നൽകും. ഇതിനായി സ്വകാര്യ സ്ഥാപനങ്ങളുമായും വ്യാപാരി സംഘടനകളുമായും സർക്കാർ ചർച്ച നടത്തും. മന്ത്രിസഭയായിരിക്കും ഈ നിർദ്ദേശങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം അവതാളത്തിലാക്കുന്ന റിസർവ് ബാങ്ക് നടപടികൾക്കെതിരെ ജില്ലാ സഹകരണ ബാങ്കുകൾ സംയുക്തമായി സുപ്രീം കോടതിയെ സമീപിക്കാനും യോഗത്തിൽ തീരുമാനമായി. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങളെ എതിർക്കുമെന്നും എന്നാൽ ബാങ്കുകളിലെ നിക്ഷേപം സംബന്ധിച്ച നിയമാനുസൃതമായ ഏതു പരിശോധനയ്ക്കും സർക്കാർ എതിരല്ലെന്നും മന്ത്രി AC മൊയ്തീൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സഹകരണ ബാങ്കുകൾക്ക് താഴിടാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹം അനിശ്ചിതത്വത്തിൽ ആക്കുന്നു. കൊല്ലം അച്ചൻകോവിൽ സ്വദേശിനി ആതിരയുടെ വിവാഹം നടക്കണമെങ്കിൽ സഹകരണ ബാങ്കിലെ 2 ലക്ഷം രൂപയുടെ നിക്ഷേപം പിൻവലിക്കാൻ ആകണം. എന്നാൽ റിസർവ് ബാങ്കിന്റെ ഉത്തരവ് മൂലം നിക്ഷേപം പിൻവലിക്കാൻ ആകുന്നില്ല. അച്ചൻകോവിൽ സ്വദേശികളായ ശശിധരൻ നായർ, സുജാത ദമ്പതികളുടെ മകൾ ആതിരയുടെ വിവാഹം അടുത്ത മാസം 4-നാണ് നിശ്ചയിച്ചിരുന്നത്. വിവാഹ ചെലവിനായി ആകെയുള്ള 25 സെന്റ് സ്ഥലം സുജാത ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് പണയപ്പെടുത്തി. പണം കയ്യിലിരുന്നാൽ ചെലവായി പോകുമെന്ന് ഭയന്ന് വായ്പയായി ലഭിച്ച തുക സഹകരണ ബാങ്കിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്തു. മോഡി സർക്കാരിന്റെ 8-ാം തീയതിയിലെ 8ന്റെ പണിയായി നോട്ട് നിരോധനവും സഹകരണ ബാങ്കുകളുടെ പണമിടപാട് തടഞ്ഞുകൊണ്ടുള്ള റിസർവ് ബാങ്ക് ഉത്തരവും ഓട്ടോ തൊഴിലാളിയായ ശശിധരൻ നായരെയും കുടുംബത്തെയും ആത്മഹത്യയുടെ വക്കിൽ എത്തിച്ചു. വിവാഹ ചെലവിനുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണിവർ. പെട്ടെന്നാണ് ഒരു രാത്രിയിൽ അറിയുന്നു, പഴയ നോട്ടുകളെല്ലാം നിരോധിക്കുകയോ ചെയ്യുകയോ ചെയ്തു. അങ്ങനെ ഇപ്പോൾ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു ട്രാൻസാക്ഷനും അവർ നടത്തുന്നില്ലെന്ന് പറയുകയും ഇപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഡിസംബർ 4-ാം തീയതിയാണ്. അത് നടത്താൻ എന്നെക്കൊണ്ട് യാതൊരു നിവൃത്തിയുമില്ല. എനിക്ക് ഈ പൈസ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളെ വസ്തു കൊണ്ട് പണയം വെച്ചുള്ള പൈസ അല്ലായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞ് തന്നാൽ മതിയില്ല, നമ്മുടെ തീർന്നു പോകുമല്ലോ. തീർന്നു പോലോ, നമ്മൾ സമയമാകുമ്പോൾ എടുത്താൽ മതില്ലോ എന്ന് പറഞ്ഞു. അപ്പം പൈസയ്ക്ക് എന്നാ പറഞ്ഞ ഓർഡറായി, പഴയ പൈസ കൊടുക്കാൻ പറ്റത്തില്ല. അവർ ഇന്നാളെ വരാൻ തരാന്നാ പറഞ്ഞിരുന്നത്. ഇപ്പം ചെന്ന് ചോദിച്ചപ്പം തരുന്നില്ലെന്ന് പറയുന്നു. ജീവിതത്തിൽ ഇതുവരെ കള്ളനോട്ട് നേരിൽ കണ്ടിട്ടില്ലാത്ത തങ്ങളെയാണോ മോഡി സർക്കാർ കള്ളപ്പണക്കാരാക്കിയതെന്ന് സുജാത ചോദിച്ചു. കൊല്ലം അച്ചൻകോവിലിലെ ശശിധരൻ നായർ, സുജാത ദമ്പതികളെപ്പോലെ നിരവധി പേർ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഇവരുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ. ആതിരയുടെ ജീവിതം ഇനി ചോദ്യചിഹ്നവുമാവുകയാണ്. കൊല്ലം അച്ചൻകോവിലിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. കള്ളപ്പണം വെളുപ്പിക്കുന്ന 5-അംഗ സംഘത്തെ കാസർഗോഡ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ട് മേൽപ്പറമ്പിൽ പോലീസ് ഒരുക്കിയ വലയിൽ സംഘം കുടുങ്ങുകയായിരുന്നു. അസാധുവാക്കിയ 500, 1000 രൂപ നോട്ടുകൾ 30% കമ്മീഷൻ ഈടാക്കി മാറ്റി നൽകുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പോലീസ് നടപടി. 10 ലക്ഷത്തിന്റെ പഴയ 500, 1000 രൂപ നോട്ടുകൾക്ക് പകരം 30% കമ്മീഷൻ ഈടാക്കി 7 ലക്ഷത്തിന്റെ പുതിയ 2000 രൂപ നോട്ടുകൾ തിരിച്ചു നൽകി കൊള്ള ലാഭത്തോടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തനം. പോലീസ് ഈ വിവരം അറിഞ്ഞതോടെ സംഘത്തെ പിടികൂടാൻ കെണിയൊരുക്കി. പഴയ നോട്ടുകൾക്ക് പകരം കമ്മീഷൻ വ്യവസ്ഥ പ്രകാരം പുതിയ നോട്ടുകൾ ആവശ്യപ്പെട്ട് പോലീസ് ദൂതൻ വഴി സംഘത്തെ സമീപിച്ചു. ദൌത്യം പൂർത്തിയാക്കുന്നതിനിടയിൽ കാസർഗോഡ് CI അബ്ദുൾ റഹീമിന്റെ നേതൃത്വത്തിൽ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 4,80,000 രൂപയുടെ പുതിയ 2000 രൂപ നോട്ടുകളും ഇവർ സഞ്ചരിച്ച കാറും പോലീസ് പിടിച്ചെടുത്തു. നീലേശ്വരത്തെ ഹാരിസ്, നിസാർ, നൌഷാദ്, പാലക്കുന്നിൽ ഷബീഖ്, സിദ്ദിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. സംഘത്തെ ആദായ നികുതി വകുപ്പിന് പോലീസ് കൈമാറി. ഇത്തരം സംഘങ്ങൾ വ്യാപകമായി പ്രവർത്തിക്കുന്നതായി പോലീസ് സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നോട്ട് അസാധുവാക്കിയതിനെതിരെ ഗുജറാത്തിൽ കർഷക പ്രക്ഷോഭം സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി കർഷകർ റോഡ് ഉപരോധിച്ചു. 10,000-ങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ നടന്ന കർഷക റാലിയിൽ അണിനിരന്നത്. പട്ടേൽ ദളിത് പ്രക്ഷോഭത്തിന് പിന്നാലെ നോട്ട് അസാധുവാക്കിയതിനെതിരായ കർഷക പ്രക്ഷോഭവും BJPക്ക് തലവേദനയായിരിക്കുകയാണ്. നോട്ട് നിരോധനത്തിനെതിരായ സമരങ്ങളിൽ LDFുമായി സഹകരിക്കേണ്ടതില്ലെന്ന VM സുധീരന്റെ നിലപാട് രാഷ്ട്രീയ കളി മാത്രമെന്ന് PC ജോർജ് MLA. സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള കേന്ദ്ര നടപടികൾക്കെതിരായ സമരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം എല്ലാവരും അണിനിരക്കണമെന്നും അദ്ദേഹം കൊച്ചിയിൽ വ്യക്തമാക്കി. സുധീരൻ പറഞ്ഞതിൽ ഇച്ചിരി രാഷ്ട്രീയമുണ്ട്, അത് പാടില്ല. നമ്മുടെ സർവീസ് സഹകരണ ബാങ്കുകളെ ഞെരുക്കിക്കൊല്ലാനുള്ള റിസർവ് ബാങ്കിൻ്റെ പഴയ നടപടിയാണ് നടക്കുന്നത്. നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. സഹകരണ ബാങ്കുകളെ നശിപ്പിക്കാനുള്ള റിസർവ് ബാങ്കിൻ്റെ തീരുമാനം പുനഃപരിശോധിച്ചേ മതിയാവുമെന്ന് മാത്രമല്ല, ആ കാര്യത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി സഖാവിനോടൊപ്പം
141 MLA ഒറ്റക്കെട്ടായി കേരളത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ADGP R. ശ്രീലേഖയ്ക്കെതിരെ പ്രാഥമിക അന്വേഷണം നടക്കുന്നതായി വിജിലൻസ് കോടതിയെ അറിയിച്ചു. 45 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ശ്രീലേഖയ്ക്കെതിരെ റിപ്പോർട്ട് പൂഴ്ത്തി എന്ന ആരോപണത്തിൽ ചീഫ് സെക്രട്ടറിയുടെ പങ്കിനെപ്പറ്റിയും അന്വേഷിക്കാം. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. ശ്രീലേഖയ്ക്കെതിരെ നടപടി ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. ADGP R. ശ്രീലേഖയ്ക്കെതിരെ പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് വിജിലൻസ് തിരുവനന്തപുരം കോടതിയെ അറിയിച്ചു. 2013 മുതൽ 2015 വരെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ഘട്ടത്തിൽ ക്രമക്കേടുകൾ നടന്നു എന്ന് ചൂണ്ടിക്കാട്ടി ലഭിച്ച പരാതിയിലാണ് അന്വേഷണം നടക്കുന്നതെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് 45 ദിവസത്തിനകം കോടതിയിൽ സമർപ്പിക്കാമെന്നും വിജിലൻസ് അഭിഭാഷകൻ അറിയിച്ചു. ശ്രീലേഖയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി പൂഴ്ത്തിയെന്ന ആരോപണത്തിൽ 15 ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. അതിനിടെ R. ശ്രീലേഖയ്ക്കെതിരായ വിജിലൻസ് നടപടി ആവശ്യമില്ലെന്ന് കാട്ടി ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഗതാഗത കമ്മീഷണറായിരിക്കെ ശ്രീലേഖ ക്രമക്കേടുകൾ നടത്തിയതായി ടോമിൻ തച്ചങ്കരിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. ശുപാർശ 4 മാസമായി പൂഴ്ത്തിവെച്ചു എന്ന് കാട്ടി വിവരാവകാശ പ്രവർത്തകരായ പായി ചെർണവാസ് വിജിലൻസ് കോടതിയെയും ജോമോൻ പുത്തമ്പുരയ്ക്കൽ വിജിലൻസ് ഡയറക്ടർക്കും പരാതി നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച അന്വേഷണത്തിനിടെ മുൻമന്ത്രി K. ബാബുവിന്റെ മകളുടെ ബാങ്ക് ലോക്കറിൽ നിന്നും വിജിലൻസ് കണ്ടെത്തിയ സ്വർണത്തിന്റെ ഉറവിടം വെളിപ്പെടുത്താൻ ബാബുവിനായില്ല. സ്വർണം വാങ്ങിയതിന്റെ ബില്ലുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിനിടെ തേനിയിലെ ഭൂമിയുടെ രജിസ്ട്രേഷൻ രേഖകൾ തമിഴ്നാട് രജിസ്ട്രേഷൻ വകുപ്പ് വിജിലൻസിന് കൈമാറി. ബാബുവിന്റെ 2 പെൺമക്കളുടെ പേരിലുള്ള ബാങ്ക് ലോക്കറുകൾ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി തുറന്നു പരിശോധിച്ചിരുന്നു. 200 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് അന്ന് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് K. ബാബുവിനെ ചോദ്യം ചെയ്തപ്പോൾ മക്കൾക്ക് ഭർത്തൃവീട്ടുകാർ നൽകിയ സ്വർണ്ണാഭരണങ്ങളാണെന്നായിരുന്നു മൊഴി. ഇതിനെ തുടർന്ന് മക്കളുടെ ഭർത്തൃവീട്ടുകാരെ വിജിലൻസ് ചോദ്യം ചെയ്തു. എന്നാൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയതിന്റെ ബില്ലുകൾ ഹാജരാക്കാൻ ഇവർക്കായില്ല. സ്വർണ്ണാഭരണങ്ങളുടെ ഉറവിടം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ 2 വീട്ടുകാർക്കും അന്വേഷണ സംഘം കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിനിടെ തേനിയിൽ ബാബുവിന്റെ ബന്ധുക്കൾ വാങ്ങിയ 70 ഏക്കർ തോട്ടത്തിന്റെ രജിസ്ട്രേഷൻ രേഖകൾ തമിഴ്നാട് രജിസ്ട്രേഷൻ വകുപ്പ് അന്വേഷണ സംഘത്തിന് കൈമാറി. ഇളയ മകൾ ഐശ്വര്യയുടെ ഭർത്തൃപിതാവിന്റെയും സുഹൃത്ത് PA ബാബുവിന്റെയും ഭാര്യയുടെയും പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭൂമി വാങ്ങുന്നതിന് അങ്കമാലി സ്വദേശിയായ PA ബാബു ബാങ്ക് വായ്പ എടുത്തതായി രേഖകൾ ഹാജരാക്കി. എന്നാൽ ബാബുവിന്റെ ബന്ധുവിന് പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാനായില്ല. ഇരുവരെയും നിരവധി തവണ ഇതിനകം വിജിലൻസ് സംഘം ചോദ്യം ചെയ്തു കഴിഞ്ഞു. മുൻമന്ത്രി ബാബുവിന്റെ മറ്റാസ്തികൾ സംബന്ധിച്ച പരിശോധനകളും അന്തിമഘട്ടത്തിലാണെന്ന് വിജിലൻസ് സംഘം അറിയിച്ചു. ഇതിന്റെ ഭാഗമായി തൃപ്പൂണിത്തുറയിലെ വീടിന്റെ വിസ്തൃതി വിദഗ്ധരുടെ സഹായത്തോടെ വിജിലൻസ് അളന്നു തിട്ടപ്പെടുത്തി. ബാബുവിന്റെ ബിനാമികളെന്ന് വിജിലൻസ് കണ്ടെത്തിയവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും അന്തിമഘട്ടത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാങ്കിൽ നിന്നും പണം ലഭിക്കാത്തതിനെ തുടർന്ന് മധ്യവയസ്കൻ കുഴഞ്ഞു വീണ് മരിച്ചു. വയനാട് സീതാമൗൺ സ്വദേശി ജോസഫാണ് മരിച്ചത്. ഹൃദ്രോഗിയായിരുന്ന ജോസഫ് ബാങ്കിൽ മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നിരുന്നു. വിശദാംശങ്ങളുമായി അനൂപ് ചേരുന്നു. അനൂപ്, ക്യൂവിൽ നിന്ന് തളർന്ന് വീഴുകയായിരുന്നു. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ? പ്രതീഷ്, വയനാട് പുൽപ്പള്ളി സീതാമൗണ്ടിൽ ഉച്ചയോടുകൂടിയാണ് സംഭവം. സീതാമൗണ്ട് സ്വദേശി 54 വയസ്സുള്ള ജോസഫാണ് ഇത്തരത്തിൽ മരിച്ചത്. രാവിലെ തന്നെ ഇദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ പോകാനായി ബാങ്കിലുള്ള പണം എടുക്കാനാണ് ഇദ്ദേഹം രാവിലെ പാടിച്ചിറയിലുള്ള സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിന്റെ ശാഖയിലെത്തിയത്. 6500 രൂപ അദ്ദേഹത്തിന് നിക്ഷേപം ഉണ്ടായിരുന്നു അവിടെ. ഇത് 2000 രൂപ പിൻവലിക്കാനാകും എന്നതിനാൽ തന്നെ 2000 രൂപ പിൻവലിച്ച് ആശുപത്രിയിൽ പോകാനായിരുന്നു ഇദ്ദേഹത്തിന്റെ തീരുമാനം. എന്നാൽ ഏറെ നേരം ക്യൂ നിന്നെങ്കിലും പണം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വയോജനങ്ങൾക്കായി ഇന്ന് പണം പിൻവലിക്കൽ പരിമിതപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇദ്ദേഹത്തിന് പണം ലഭിച്ചിരുന്നില്ല. രാവിലെ തന്നെ ഇത്തരം ചെറിയ ശാഖകളെല്ലാം രാവിലെ കുറച്ചു നേരം തിരക്കുമുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് പണം പിൻവലിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ അദ്ദേഹത്തിന് ശാരീരിക തളർച്ചയും ആ സമയം അനുഭവപ്പെടുകയുണ്ടായി. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അയൽവാസി ഇദ്ദേഹത്തെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു. ഇങ്ങനെ തിരിച്ചെത്തിച്ചെങ്കിലും ഇദ്ദേഹത്തെ ഉച്ചയോടുകൂടി ഇദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ ഏറുകയും അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. ശരി, അനൂപ് KR വിശദാംശങ്ങൾ നൽകിയത്. വാർത്തയിലേക്ക്. കലാഭവൻ മണിയുടെ മരണത്തിൽ സുഹൃത്തുക്കളുടെയും സഹായികളുടെയും നുണപരിശോധനാ റിപ്പോർട്ട് പോലീസിന് കൈമാറി. പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ലെന്നും മുമ്പ് പോലീസ് നൽകിയ മൊഴിയിൽ 6 പേരും ഉറച്ചു നിന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതിനിടെ നുണപരിശോധനാ ഫലം അംഗീകരിക്കുന്നില്ലെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു.
ആത്മഹത്യ, കൊലപാതകം, സ്വാഭാവിക മരണം എന്നീ 3 സാധ്യതകളിലൂന്നിയ അന്വേഷണ സംഘത്തിന് വ്യക്തമായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മരണസമയത്ത് പാടിയിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കലാഭവൻ മണിയുടെ സഹോദരൻ രാമകൃഷ്ണൻ പരാതി നൽകിയിരുന്നു. സുഹൃത്തുക്കളെയും സഹായികളെയും ദിവസങ്ങളോളം ചോദ്യം ചെയ്തിരുന്നെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. മണിയുടെ ഭാര്യയും സഹോദരനും ആരോപണത്തിൽ ഉറച്ചുനിന്നതോടെയാണ് ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയുടെ അനുമതിയോടെ സുഹൃത്തുക്കളെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയത്. അനീഷ്, വിപിൻ, മുരുകൻ, അരുൺ, മണിയുടെ മാനേജർ ജോബി, ഡ്രൈവർ പീറ്റർ എന്നിവരെയാണ് ഒക്ടോബർ അവസാന വാരം തിരുവനന്തപുരത്ത് എത്തിച്ച് പരിശോധന നടത്തിയത്. എന്നാൽ ഇവർ പോലീസിന് നൽകിയ മൊഴികൾ തന്നെയാണ് നുണപരിശോധനയിലും ആവർത്തിച്ചതെന്ന് പോലീസിന് കൈമാറിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മരണത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും വ്യാജമദ്യം നൽകി മനഃപൂർവ്വം അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുമാണ് പോലീസ് സുഹൃത്തുക്കളിൽ നിന്ന് മൊഴിയെടുത്തത്. ഇക്കാര്യങ്ങളിൽ അസ്വാഭാവികത ഇല്ലെന്ന നുണപരിശോധനാ ഫലം പുറത്തു വന്നതോടെ മണിയുടേത് സ്വാഭാവിക മരണമെന്ന സാധ്യത ബലപ്പെടുകയാണ്. അതിനിടെ നുണപരിശോധനാ ഫലം അംഗീകരിക്കുന്നില്ലെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. കലാഭവൻ മണിയുടെ മരണത്തിലെ അന്വേഷണം CBIക്ക് വിടാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നുവെങ്കിലും CBI കേസ് ഏറ്റെടുത്തിരുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ക്രൈംബ്രാഞ്ച് SP PN ഉണ്ണിരാജന് ജിഷ വധക്കേസിന്റെ ചുമതല നൽകിയതോടെ നിലവിൽ ചാലക്കുടി DYSPയാണ് കേസ് കൈകാര്യം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ ഉന്തും തള്ളും വാക്കേറ്റവും കമ്മിറ്റിയുടെ ഫണ്ട് വകമാറ്റുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കോൺഗ്രസ് പുനഃസംഘടന നടക്കാനിരിക്കെ ഉണ്ടായ സംഘർഷം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം DCC യോഗത്തിലാണ് കയ്യാങ്കളിയോളം എത്തിയ സംഘർഷമുണ്ടായത്. DCCയുടെ അക്കൗണ്ടിലുള്ള 1,20,00,000 രൂപയിലെ ഒരു വിഹിതം DCCയുടെ തന്നെ കീഴിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ നേതൃത്വത്തിൽ നേരത്തെ ധാരണയായിരുന്നു. എന്നാൽ ഇന്ന് DCC നേതൃയോഗം ചേർന്നപ്പോൾ ചില അംഗങ്ങൾ ഇക്കാര്യത്തിൽ എതിർപ്പറിയിച്ചു. എന്നാൽ മുൻ ധാരണ പ്രകാരം കാര്യങ്ങൾ പോകുമെന്ന് DCC നേതൃത്വം വ്യക്തമാക്കിയതിനെ തുടർന്നാണ് വാക്കേറ്റമുണ്ടായത്. DCC ഭാരവാഹികളായ കൃഷ്ണകുമാർ, ജലീൽ മുഹമ്മദ്, ഷിഹാബ് എന്നിവർ ഫണ്ട് വകമാറ്റുന്നതിനെ ചോദ്യം ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്ത് DCC ട്രഷറർ അഭിലാഷ് നായർ രംഗത്തെത്തിയതോടെ രംഗം വഷളായി. തുടർന്ന് അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുതിർന്ന അംഗങ്ങൾ ഇടപെട്ട് എല്ലാവരെയും ശാന്തരാക്കിയതോടെ പ്രശ്നങ്ങൾ താൽക്കാലികമായി അവസാനിച്ചു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. വെട്ടേറ്റ് മരിച്ച നിലയിൽ യുവാവിനെ റോഡരികിൽ കണ്ടെത്തി. തിരൂരങ്ങാടി കൊടിഞ്ഞി പുല്ലാണി അനന്തകൃഷ്ണൻ നായരുടെ മകൻ അനിൽകുമാർ എന്ന ഫൈസൽ ആണ് കൊല്ലപ്പെട്ടത്. ഫറൂഖ് നഗർ അങ്ങാടിക്കടുത്ത് റോഡരികിൽ പുലർച്ചെ 5 ഓടെയാണ് മൃതദേഹം കാണപ്പെട്ടത്.